കേരളത്തിലെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ഒന്ന് തുടർച്ചയായ വർഷങ്ങളിൽ പങ്കിട്ടെടുക്കാൻ സാധിച്ച തികച്ചും ഗ്രാമീണാന്തരീക്ഷമുള്ള ഒരു വലിയ സ്ഥാപനമാണ് NAM ഹയർ സെക്കൻഡറി സ്കൂൾ. 3400ഓളം കുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ 946 കുട്ടികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതുപോലെ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 300ഓളം കുട്ടികൾ പരീക്ഷ എഴുതി. വിരലിലെണ്ണാവുന്ന കുട്ടികൾ മാത്രം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് അർഹത നേടാതെ പോയ ഒരു ദൗർഭാഗ്യം ഈ വർഷമുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ 100% നമ്മൾ ആഘോഷിച്ചപ്പോൾ ഈ വർഷം അപ്രതീക്ഷിതമായി കുട്ടികൾക്ക് അസുഖം വന്ന് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വന്നപ്പോൾ നമുക്ക് ഈ വർഷം അത് തുടരാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള റിസൾട്ടോടുകൂടി നമുക്ക് ഈ വർഷവും ആഘോഷിക്കാൻ സാധിക്കുകയാണ്. 178ഓളം കുട്ടികൾ SSLCക്ക് ഫുൾ A+ നേടുകയും 39ഓളം കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ A+ നേടുകയും ചെയ്ത
ഏറ്റവും ശ്രദ്ധേയമായ റിസൾട്ടാണ് ഈ വർഷം NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടായിട്ടുള്ളത്. പാഠ്യരംഗത്ത് മാത്രമല്ല, പാഠ്യേതര രംഗത്തും സംസ്ഥാന തലത്തിൽ നമ്മുടെ സാന്നിധ്യം നിരന്തരമായി നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ഹരിത വിദ്യാലയം ഏറ്റവും ക്വാളിറ്റിയുള്ള സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ ഫൈനലിസ്റ്റുകളായി ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ ഒന്ന് നേടാൻ നമ്മുടെ സ്ഥാപനത്തിന് സാധിച്ചതും മിടുക്കരായ സമർപ്പിതരായിട്ടുള്ള കുട്ടികളും അതുപോലെ അവരെ പരിശീലിപ്പിച്ചെടുക്കുന്ന സമർപ്പിതരായിട്ടുള്ള അധ്യാപകരും ഈ സ്ഥാപനത്തിൻ്റെ സ്വത്ത് എന്നുള്ള പോലെ ഇതോടൊപ്പം സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. SSLC +2 ഉന്നത വിജയം നേടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കടന്നുപോയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിലാണ് നാം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിൽ അനുയോജ്യമായ രീതിയിൽ വിജയിപ്പിച്ച് അവരെ ഈ സമൂഹത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഭാവിയിൽ സമൂഹത്തിന് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ വളർന്ന് വലിയൊരു നേട്ടം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി അനേകം വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഈ വിജയികളെ അനുമോദിക്കുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നമ്മൾ ഈ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി കടന്നു വരുന്ന 900-ൽ പരം വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. അവർക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമാവുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ സാർത്ഥകം 2014 എന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ ആഗ്രഹിക്കുന്നു. 945 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വർഷം നമ്മുടെ സ്കൂളിൽ SSLC പരീക്ഷ എഴുതിയത്. ഇവിടെ പ്രിൻസിപ്പൽ സർ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 944 വിദ്യാർത്ഥികളെ നമ്മൾ ഉന്നത പഠനത്തിന് യോഗ്യമായ രീതിയിൽ പാസ്സാക്കാൻ നമുക്ക് കഴിഞ്ഞു. കഴിഞ്ഞ 1-2 മാസം മുമ്പേ ഞാനിവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ആ പരിപാടി എന്ന് പറയുന്നത് NMMSലെ സ്കോളർഷിപ്പ് നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന വേണ്ടിയുള്ള ഒരു ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴാണ് ഞാൻ ഇത്രമാത്രം കുട്ടികൾ ആ പരീക്ഷയ്ക്ക് എഴുതിയെന്നും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ NMMS പരീക്ഷകളിൽ സ്കോളർഷിപ്പിന് അർഹത നേടിയിട്ടുള്ള ഒരു സ്ഥാപനം NAM ഹയർ സെക്കൻഡറി സ്കൂളാണ് എന്ന കാര്യം ഞാൻ ആ വേദിയിൽ വെച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പരീക്ഷ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, നാഷണൽ ലെവലിൽ നടത്തുന്ന ഒരു എക്സാമാണ്. മാത്രമല്ല 9ാം ക്ലാസ്സിന് ആ എക്സാമിന് അർഹത നേടിക്കഴിഞ്ഞാൽ 5 വർഷമാണ്, ഡിഗ്രി വരെ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു എക്സാം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങളല്ല അതുണ്ടാകാം. മാക്സിമം കുറഞ്ഞ കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ആ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിലെ ചോദ്യങ്ങൾ വളരെ പ്രയാസമാണ്. ആ കടുപ്പമേറിയ ആ പരീക്ഷകൾ നമ്മുടെ സ്ഥാപനത്തിലെ ഇത്രമാത്രം കുട്ടികൾ അതിനെ പരീക്ഷ എഴുതി നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ അതിന് കൂടെ നിൽക്കാൻ കഴിയുന്ന ഇവിടെയുള്ള അധ്യാപക സമൂഹവും അതേപോലെ തന്നെ രക്ഷിതാക്കളും ഇവരൊക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല മറ്റൊരു കാര്യം, ഞാൻ BRCയുടെ ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ BRCയിലെ സുനിൽ ബാൻ മാഷ് പറഞ്ഞു, മാഷെ പെരിങ്ങത്തൂർ NAM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് YIP എന്ന് പറയുന്ന, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച YIP എന്ന് പറയുന്ന പരിപാടി ഏറ്റവും കൂടുതൽ ഐഡിയകൾ കുട്ടികൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കുട്ടി ശാസ്ത്രജ്ഞന്മാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ NAM ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതും ഏറ്റവും മനോഹരമായ ഐഡിയോളജി പ്രസൻറ്റ് ചെയ്തതും NAM ഹയർ സെക്കൻഡറി കുട്ടികളാണ് എന്ന് BRCയിൽ വെച്ച് സുനിൽ മാഷ് അന്ന് സംസാരിക്കുകയുണ്ടായി.
സിവിൽ സർവീസസിനെ കുറിച്ച് പറയുമ്പോൾ ചെറിയൊന്ന് 2-3 മാറ്റേഴ്സ് കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഐ വിൽ ബി സ്റ്റോപ്പിംഗ്. സോ രാജ്യത്ത് തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു. നിങ്ങളെല്ലാവരും സിവിൽ സർവീസസിൽ കയറുന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ അതിൽ വിജയിച്ചു വരുന്ന വ്യക്തികൾ അവരുടെ വിജയം മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ വരുന്ന വഴികൾ, അവർ ചെയ്തിട്ടുള്ള എഫേർട്സ്, അല്ലെങ്കിൽ ദ ഫെയിലിയേഴ്സ് ദേ ഹാവ് ഫേസ്ഡ്. സോ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞാൻ എൻ്റെ 7ാമത്തെ അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസസ് ക്വാളിഫൈ ചെയ്തത്. അതിൻ്റെ അർത്ഥം 6 അറ്റംപ്റ്റിൽ കിട്ടാതെ 7ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ സിവിൽ സർവീസിൽ വന്നത്. 7ാമത്തെ അറ്റംപ്റ്റിലാണ് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഉന്നതമായിട്ട് വിജയം നേടിയത് കൊണ്ടല്ല വ്യത്യസ്തരായത്. ഞങ്ങളെല്ലാവരും ഒരുപാട് തോൽവികളിൽ പതറാതെ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഫസ്റ്റ് പറഞ്ഞത്, എന്തെങ്കിലും എൻ്റെ ഒരു പ്രസൻസിൽ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് വൺ തിങ് ദാറ്റ് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടും അതിനെ ഫേസ് ചെയ്തിട്ട് വിജയിച്ചു എന്നുള്ളൊരൊറ്റ കാര്യമാണ് മോട്ടിവേഷനായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നിന്ന് ഈ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള 4 ചുമലിൽ നിന്ന് നാളെ ഓപ്പൺ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഫീൽഡിലോട്ടേക്കും അല്ലെങ്കിൽ പുതുതായിട്ടുള്ള സ്വകാര്യ മേഖലയിലോട്ടും അല്ലെങ്കിൽ പുതുതായിട്ടുള്ള സംരംഭങ്ങളും തുടങ്ങാൻ പോകുന്ന ആൾക്കാരാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യും, ഒരുപാട് തോൽവികൾ ഫേസ് ചെയ്യേണ്ടി വരും, ഒരുപാട് സെൽഫ് ഡൗട്ട്സ് ഉണ്ടാവുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒരുപാട് ടൈമിൽ ഇനിയിത് പറ്റത്തില്ല എന്നുള്ള തോട്ട്സ് വരും. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ദാറ്റ് ഒരിക്കലും ഫെയിലിയേഴ്സ് ആർ നെവർ ടു സ്റ്റേ. ഫെയിലിയേഴ്സ് ഒരിക്കലും നിലനിൽക്കത്തില്ല ആസ് ലോങ് ആസ് വി കീപ്പ് ഓൺ സ്ട്രൈവിങ് ഫോർ അവർ ബെറ്റർമെൻറ്റ്. നിങ്ങളെല്ലാവരും ലൈഫിൽ ചെറിയ ചെറിയ തോൽവികൾ, ചെറിയ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അടിപതരാതിരിക്കുക. ഞങ്ങളെല്ലാവരും ആ ഒരു ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് വിജയിച്ചിട്ടുള്ളത്. ആ ഒരു സെൽഫ് ഡൗട്ട്സിലൂടെയും അതുപോലെ തന്നെ ഒരുപാട് ഓർക്കാൻ ആഗ്രഹിക്കാത്ത മൊമെൻറ്റ്സിലൂടെയും കടന്നു പോയിട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. ഇന്ന് സ്റ്റേജിൻ്റെ ഈ വശത്തിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസും നാളെ സ്റ്റേജിൻ്റെ ഈ വശത്തേക്ക് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഇന്ന് ഇവിടെ വിജയം കൈവരിച്ച എല്ലാ സ്റ്റുഡൻസിനും അവരുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അവരെ ഈ വിജയത്തിലേക്ക് നയിച്ച എല്ലാ ശില്പികളായ ടീച്ചേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാനേജർ അബൂബക്കർ മാസ്റ്റർ, പ്രിൻസിപ്പൽ ചെയർമാൻ ബി നാസർ മാസ്റ്റർ, പ്രസിഡന്റ് കുറുവാടി മൊഹഹാജി ഉൾപ്പെടെയുള്ള PTA പ്രസിഡന്റ് പി മുനീർ ഉൾപ്പെടെയുള്ള എല്ലാ വിശിഷ്ട അതിഥികളുടെയും സാന്നിധ്യത്തിൽ ഷാഹിത്യ സൗഹൃദങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുക. പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് അവരുടെ പേരെന്താണെന്ന് പോലും അറിയാത്തത് കൊണ്ട് ഒരു ചെസ് നമ്പർ എഴുതിയിട്ട് അവിടെ സിമെന്റിൽ കുറിക്കുകയാണ്. DNA ടെസ്റ്റ് നടത്തിയിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാക്കിയിട്ട് അത് ഈ സംസ്കരിക്കുന്ന കുഴിയിൽ വെക്കുകയാണ്. അതിൻ്റെ മേലെയും ഒരെണ്ണം വെക്കുന്നു. നാളെ ആരെങ്കിലും വന്നാൽ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള വൈരങ്ങളൊന്നും ഈ നാട്ടിന് ഗുണകരമായ കാര്യങ്ങളല്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അവസാനം ഉണ്ടാവുന്ന ഒരു ദുരന്തത്തിൽ അവിടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ ചിലർ ഹൈന്ദവ മതവിശ്വാസ പ്രകാരം നടത്തേണ്ടവരായിരിക്കാം, ചിലർ മുസ്ലിം മതാചാര പ്രകാരം നടത്തേണ്ടവരായിരിക്കാം, ചിലർ ക്രൈസ്തവ മതവിശ്വാസ പ്രകാരം നടത്തേണ്ടവരായിരിക്കാം. പക്ഷെ ആരെന്താണെന്ന് അറിയാതെ ഏത് ആചാരത്തിലെ പ്രാർത്ഥന അവർ നടത്തുക? അപ്പൊ സർവമത പ്രാർത്ഥന നടത്തി പള്ളിയിൽ നിന്ന് ആളുകൾ വന്ന്, പള്ളിയിൽ അച്ഛൻ വന്ന് അവിടെ അന്ത്യകർമ്മങ്ങൾ നടത്തി.
അവിടെ ഹൈന്ദവ വിധി പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ നടത്തി. അവിടെ മയ്യത്ത് നമസ്കരിച്ചു. കാരണം മരണപ്പെട്ടത് ആരാണെന്ന് അറിഞ്ഞിട്ട് സർവമത പ്രാർത്ഥന നടത്തിയിട്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. മനുഷ്യര് കഷ്ണങ്ങളായി മാത്രം മാറി. ചിലരുടെ കൈ മാത്രം, ചിലരുടെ കാല് മാത്രം, ചിലരുടെ ഉടല് മാത്രം, ചിലരുടെ തല മാത്രം. അതൊക്കെ ഓരോ മൃതദേഹങ്ങളായി പരിഗണിച്ച് അതെല്ലാം അടക്കം ചെയ്തു. അപ്പൊ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം എന്ന് പറയുന്നതും ആരൊക്കെ ശ്രമിച്ചാലും ആരൊക്കെ ചെയ്താലും ഈ നാടിനെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച തീരുമാനമുള്ള ഒരു ജനത, വിദ്യാർത്ഥി സമൂഹം ഇവിടെ നിന്ന് ഉയർന്നു വരേണ്ടതാണ്. നമുക്ക് ഈ നാടിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, അത് നമ്മളെല്ലാവരും തുല്യരായി കാണുന്നു. അപ്പോൾ ആ തുല്യതക്കും ഐക്യത്തിനും വേണ്ടി കൂടെ മനസ്സുള്ള ആളുകളായിട്ട് നിങ്ങൾ മാറട്ടെ. നാടിൻ്റെ കാര്യങ്ങളിൽ, നിങ്ങളുടെ കഴിവിൻ്റെ മേഖലകളിലൊക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ അതിൽ പരമാവധി നിങ്ങളെ മാക്സിമം നിങ്ങളുടേതായിട്ടുള്ള എഫേർട്ട് ഉണ്ടാവുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. എല്ലാവരും A+ വാങ്ങുന്നവരായിരിക്കില്ല. A+ വാങ്ങുന്നവർക്ക് അഭിനന്ദനം പറയുന്നതോടൊപ്പം തന്നെ A+ വാങ്ങാത്തവർ മോശക്കാരല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അവരുടെ സാഹചര്യങ്ങൾ വേറെ ആയിരിക്കാം. നിങ്ങൾ നന്നായി പാട്ട് പാടുമെങ്കിൽ, നിങ്ങൾ നന്നായി ചിത്രം വരക്കുമെങ്കിൽ, നിങ്ങൾ നന്നായി ഡാൻസ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി എന്ത് ഇഷ്ടപ്പെട്ടതും നന്നായി ഓടുമെങ്കിൽ, ബോൾ ചെയ്യുമെങ്കിൽ, ബാറ്റ് ചെയ്യുമെങ്കിൽ, നിങ്ങൾ നന്നായി ഫുട്ബോൾ കളിക്കുമെങ്കിൽ, വാട്ടെവർ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖല എന്തോ അതിലേക്ക് നിങ്ങൾ കൂടുതലായി ശ്രദ്ധ കൊടുത്ത് ആർക്കും പിന്നിലോ മുന്നിലോ താഴെയോ മേലെയോ അല്ല എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഇത്തരം ചടങ്ങും സംഘമൊക്കെ അതിനൊരു കാരണമാവട്ടെ. NAMന്റെ ഈ ഉയർച്ചയുടെ, NAMന്റെ ഈ വളർച്ചയുടെ പടവുകളിൽ അതിനോടൊപ്പം നടന്ന മുൻകാലങ്ങളിലും ഇപ്പോഴും അതിന് കർമ്മധീരമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മുഴുവൻ ആളുകളെയും, HMനെ, പ്രിൻസിപ്പലിനെ, ടീച്ചേഴ്സിനെ, മാനേജ്മെന്റിനെ, ലോക്കൽ ബോഡി നാസർ മാഷ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇവിടെയുണ്ട്. എല്ലാവരോടും പറയുന്നു, എല്ലാവരും കൂടെ ചേർന്ന് ഈ സ്കൂളിന്റെ പേരിൽ നാടിന് നൽകുന്ന സംഭാവനകളെ നമുക്ക് വിലമതിക്കാനാവാത്തതാണ്. ഒരമ്പലമോ ഒരു പള്ളിയോ ഒരു ചർച്ചോ ഒക്കെ നാടിന് സംഭാവന നൽകുന്നതാണ്. ഒരു പള്ളിക്കൂടം അതിനേക്കാളൊക്കെ സംഭാവന നാടിന് നൽകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗോ ഫോർവേഡ്. നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ഒരു കോംപ്രഹെൻസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ വടകരയ്ക്ക് വേണ്ടി ഫ്ലോട്ട് ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കാം. ഒരു പുതിയ പ്ലാറ്റ്ഫോം നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കുമായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഈ വടകര കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി പരിശ്രമിക്കാൻ NAMന്റെ കൂടെ ഞാനും ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. ബഹുമാനനായ മനോഹരമായ ഒരു ചിത്രം 2022 ഖത്തറിൽ വെച്ച് നടന്ന ലോകകപ്പ് ഫുട്ബോൾ മേളയിൽ ഒഫീഷ്യൽ ഗോളിന്റെ ലൈറ്റനിങ് പെയിന്റിംഗ് നടത്തി വേൾഡിൽ തന്നെ മിന്നും പ്രകടനം കാഴ്ചയുള്ള മനോഹരമായ ചിത്രം നൽകുന്നത് സുഹ തന്നെ വരച്ച്, സുഹ തന്നെ ഫ്രെയിം ചെയ്ത് നമ്മുടെ മാനേജ്മെന്റിന് വേണ്ടി വളരെ മനോഹരമായ MPയുടെ ചിത്രം ഈ വേദിയിൽ വെച്ച് എല്ലാ ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളുടെയും സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട MPക്ക് കൈമാറുകയാണ്. നല്ല കയ്യടി. മികച്ച നമ്മുടെ സ്ഥാപനത്തിന്റെ മനോഹരമായ ഒരു ചിത്രം, ഷാഫിയുടെ മനോഹരമായ ചിത്രം. അതേപോലെ 10th I ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമ വരച്ച മനോഹരമായ NAMന്റെ സ്നേഹോപഹാരമായി ബഹുമാനപ്പെട്ട മാനേജർ NA അബൂബക്കർ മാസ്റ്റർ സ്ഥാപനത്തിന്റെ ഉപഹാരം ബഹുമാനപ്പെട്ട MPക്ക് നൽകുന്നു. ബഹുമാനപ്പെട്ട മാനേജറെയും MPയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയാണ് ഫാത്തിമത്തുൽ ഫിദ CH, സബീഹ AC, റിസ പർവീൻ NH, ജുമാന RM, അംന ഫാത്തിമ C, ഫാത്തിമത്തുൽ മെഹറിൻ, ഹന ഫാത്തിമ, നന്ദന PK, നജ മഹ്മൂദ്, ഫാത്തിമ റിയ, ഹയ നജ്വ റഷീദ്, ഫാത്തിമത്ത് ഹന, ഫസ്ല ബിന്ത് ഫൈസൽ KP.
റെന നൗറിൻ CKP, റാഫിയ റിയാസ്, റിൻസ റഫീഖ്, മുഹമ്മദ് ഫാദി, നജ ഫാത്തിമ, മുഹമ്മദ് മൻഷാസ്, അംന ഫാത്തിമ, നിദ റമീസ്, ഇസ്ര മഹ്മൂദ്. SSLC ഫുൾ A+ നേടിയവരെ വിളിക്കുന്നു. ആഫിയ വി, അബ്ദുല്ല പി, അബ്ദുല്ല എൻ, അഭിഷേക് KK, ആദർശ് അശോക്, ആദിൽ മുഹമ്മദ് ഉനീൽ, ആദിൽ മുഹമ്മദ് കുനീൽ, അദ്നാൻ CH, അദ്നാൻ ഹബീബ്, അദ്നാൻ CH, അദ്നാൻ ഹബീബ്, ബഹുമാനപ്പെട്ട ASP ഷഹൻഷാ, ഐഫ ANS, അജിവ ഫാത്തിമ, അലൻ, ആമിന റന, അദ്നാൻ ഹബീബ്, ഐഫ, അജ്വ ഫാത്തിമ, അലൻ BA, ആമിന റിഫ, ആമിന റിഫ, ആമിനത്ത് റന KK, അനൻ മുഹമ്മദ്, അനോമ രവി, ആസിയ റഫാത്ത്, നൗഷാദ്. ബഹുമാനപ്പെട്ടവരെ, നമ്മുടെ സ്ഥാപനം കലാകായിക രംഗത്ത് കേരളത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ കായിക രംഗത്ത് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ഗ്രൗണ്ടിന്റെ അപര്യാപ്തതയാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട MP-യുടെ മുമ്പിൽ ഒരു നിവേദനം സമർപ്പിക്കുകയാണ്. PTA പ്രസിഡന്റ് NK മുനീർ അവർ നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട അനുഭാവപൂർണമായ ഇടപെടലുകൾ MP-യുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നിവേദനം അദ്ദേഹത്തിന് വേണ്ടി നൽകുകയാണ്. മലിഹ, ഐഷ ഷദാട്ടി, ഐഷ യു ഗഫൂർ, ഐഷ VN, ബുർഷാന ഷറിൻ, ധനുഷ് ചന്ദ് P, ദിൽന MP, ഫാഹിമ ലത്തീഫ് P, ഫാഹിമ റഷീദ്, ഫൈസ ജബിൻ, ഫൻഹ, ഫാത്തിമ അംന, ഫാത്തിമ അൻവർ PK, ഫാത്തിമ അഷ്റഫ്, ഫാത്തിമ CS, ഫാത്തിമ ഫർഹ CP,
Fatima CH, Fatima Farha CP, Fatima Anwar PK, Fatima Ashraf, Fatima CH, Fatima Farha CP, ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂൾ മാനേജർ സി ഫാത്തിമ മിൻഹാസ് സലീം, ഫാത്തിമ റുബയ്യ കെ, ഫാത്തിമ റുബയ്യ കെ, ഫാത്തിമ സാറ തൻസ കെ, ഫാത്തിമത്ത് നഫ്സ പി കെ, ഫാത്തിമത്ത് സഹല സി എച്ച്, फातिमा सहरा CH, फातिमा शामिला KV, फातिमा नाफिया, फातिमा नाफिया, फातिमा अमना KV, फातिमा फरसाना N, फातिमा हन्ना, फातिमा हिबा CP, फातिमतुल हुस्ना KTK, फातिमतुल नहला EK, फातिमतुल नाजिया KP, फातिमतुल नाजिया KP, फातिमतुल तൻസീഹ. ഇഷ്ടപ്പെട്ടവരെ നമ്മുടെ ബഹുമാനപ്പെട്ട DD ശ്രീ ബാബു എം പ്രസാദ് സർ വേദിയിലെത്തിയാണ്. അദ്ദേഹത്തെ സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഹാദിയ ലിസ്ന ടി, ഹൻഫ അഷ്റഫ് ടി, ഹംദ അബ്ദുറഹ്മാൻ, ഹംദ അസീസ്, ഹന ഫാത്തിമ. ബഹുമാനിയുടെ നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിച്ചേർന്ന ഹംദ അസീസ്, हना फातिमा, हमदा अजीज, हना फातिमा, हना हनीफ, हना फातिमा, हना हनीफ, हना हारिस, हना महबिन के, हना नशवा आरती, हनान के, हनान के, हानी मोहम्मद हादी, हानिया इस्माइल टी, हानिया इस्माइल टी, हनिया फातिमा, हन्ना फर्जिन एनके, हन्ना फातिमा वीके, हसनत टीपी, हसनत टीपी, हिबा फातिमा, हिबा फातिमा, हिफ्सा शफीक, हिफ्सा शफीक, हिंफा मरियम बीके, हिंफा मरियम बीके, जिष्णुराज ई, जिष्णुराज ई, जियालाल आनंद,
जियलाल आनंद, जुमैलत सिराजा, कृष्णांजलि टीई, लुबैबा जबिन पीकेटी, लुबैबा जबिन, मलिहा मुमताज, मरियम खलील, मिन्हा फातिमा, मिन्हा खदीजा, मिन्हा महरूफ, मोहम्मद अमीन, मोहम्मद केंस बिन शुएब, मोहम्मद शहीन, मोहम्मद सिनान एमसी, मोहम्मद शमीर एपी, मोहम्मद के, मोहम्मद अजलान, मोहम्मद फयाद नवाज, मोहम्मद फैनुल जस्विन, मोहम्मद हादी अमन, मोहम्मद इशाम, मोहम्मद केके, मोहम्मद एम, मोहम्मद मिदलाज, मोहम्मद मिर्जा के, मोहम्मद नाजिब, मोहम्मद नासियन के, मोहम्मद निहाद, ओटी, मोहम्मद निहाल के, मोहम्मद निशान केपी, मोहम्मद नौशिन शाह, मोहम्मद नोहमान, मोहम्मद रिहान पीवी, मोहम्मद शहजाद, मोहम्मद शम्मास पीटीके, मोहम्मद तनीम, मोहम्मद तंजीम, मोहम्मद यासीन सीएम, मोहम्मद वीपी, मुर्शिद मूसा, नदा महरिन, नादिया वी, नाहिदा वी, नजा फातिमा, again, second, third, EK, KP, daughter of KP Subel sir, Najia Nasrin V, Nazwa Fatima, Neha Fatima, Nida Fatima KP, PP, Nida Riaz KTK, daughter of KTK Riaz sir, Neha Mariam KV, Nihal SJ, Nisna Farhana T, Nivedya A,
Nivedya A, Nia Fatima, Nia Fatima, Nia Vinod Kumar S, Nia Vinod Kumar, Noora Fatima PK, Noora Fatima PK, Nuha Rahees, Nuha Rahees, Raifa Rashik, Raifa Rashik, Raifa Ubays, Raifa Ubays, Rena Fatima, Rena Fatima, Renya Ramesh M, Renya Ramesh M, Rena Fatima PK, Renha Naul, Rida Aman VP, Rida Aman, Rina CS, Rinza Fatima T, Risha Fatima P, Ria Fatima E, Ria Fatima NM, Sada Fatima K, Sadia Fatima, Safa Fatima PP, Safa Hadia, Sahel ET, Saja Fatima, Sana Fatima, Sana Fatima T, Shana Fatima, Shana Fatima, Shada Fatima, Shafna Sharin, Shaha Munir, Shaha Munir, Shahda P, Shahda P, Shanza Ali KK, Shaza Ziraj, Shaza Ziraj, Shifa Abu Bakar, Shifa Ismail VK, Shivamaya S Vijay, Shivamaya, Shivada Shashindran, Snehananda PP, Snehananda VP, Snehaj VP, Snehananda PP, Snehaj VP, Sufia Noor, Sufia Noor, Sri Nandiga T, Sri Nandiga T, Tansa Mahataba Samir, Tansa Mahataba Samir, Tejasri Mohan, Tejasri Mohan, VP Alyaza Altaf, Alyazia Altaf, Yumna Salim PM, Yumna Salim, Zenha Rabi, Zenha Rabia B, Zenha Sakir, Zenha Sakir. ആരെങ്കിലും ഉപഹാരം വാങ്ങിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ സ്റ്റേജിൽ പ്രകടനമെന്ന് അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട DDE വിവിധ ഏതായാലും NAM ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂർ, ഞാൻ പള്ളൂർക്കാരനാണ്. അപ്പോൾ എൻ്റെ സമീപ പ്രദേശത്തുള്ളൊരു വിദ്യാലയമാണ്. ഞാൻ താമസം പള്ളൂരിൽ തന്നെയാണ്, പള്ളൂരിലാണ്. അപ്പോൾ NAM ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂർ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള വിദ്യാലയമാണ്. DO ആവുന്നതിന് മുമ്പേ തന്നെ എനിക്കറിയാം, HM ആവുന്നതിന് മുമ്പേ എനിക്കറിയാം ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിലുള്ള റിസൾട്ടും
നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഞാൻ ഇതിനു മുമ്പേ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. നല്ല ഒരു ടീം വർക്കുള്ള ഒരു വിദ്യാലയമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയത്തിലുള്ള റിസൾട്ടായാലും മേളകളുടെ പെർഫോമൻസ് ആയാലും റിസൾട്ടായാലും ഒക്കെ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ 2024 സാർത്ഥകം എന്ന ഈ പരിപാടി SSLC +2 ഉന്നത വിജയികൾക്കുള്ള അനുമോദനം വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു പരിപാടിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല നിലവാരമുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കുന്നത് കണ്ടു. ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി. നല്ലൊരു ശ്രമം ഇതിന് പിന്നിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും എല്ലാ വർഷങ്ങളിലും നല്ല റിസൾട്ട് NAM ഹയർ സെക്കൻഡറി സ്കൂൾ പെരിങ്ങത്തൂരിൻ്റെ റിസൾട്ട് എല്ലാ വർഷങ്ങളിലും കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടീം വർക്ക് എല്ലാ അധ്യാപകരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ്. ഏറ്റവും നല്ല റിസൾട്ട് +2നും SSLCക്കും എല്ലാ ക്ലാസ്സുകളിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങാൻ വേണ്ട സാധനം നിങ്ങൾ പറഞ്ഞ കോൺഫിഡൻസ്, പ്രയർ, ഡെഡിക്കേഷൻ, സാക്രിഫൈസ്, നല്ലോണം പഠിക്കണം. ആളുകൾ ചോദിക്കാം എന്ത് വേണം 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങാൻ? എന്ത് വേണം? എക്സാം എഴുതാൻ എന്ത് വേണം? ശരി, നമുക്ക് നോക്കാം. റെഡി? അതിന് മുമ്പേ ഞാൻ